ഈ ഗുണകർമ്മം എന്ന സങ്കല്പത്തെ അംഗീകരിക്കാത്ത മിക്കവാറും ഒരേ ഒരു ആധ്യാത്മിക ചിന്തകരും ഗുരുവാണ്. ബാക്കി എല്ലാവരും ഇപ്പൊ ജാതി വിവേചനത്തിനെ വിവേകാനന്ദൻ എതിർക്കുന്നുണ്ട്, പരമഹംസൻ എതിർക്കുന്നുണ്ട്, ധാരാളം നവോത്ഥാന ചിന്തകർ എതിർക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും തന്നെ ഗീതയുടെ അടിസ്ഥാന ആശയത്തെ നിരസിക്കുന്നില്ല. ഗുരു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾക്ക് സ്ഥായിത്വമില്ല. ഒരാൾക്ക് സാത്വികമായ ഭാവത്തിൽ മാത്രമായി ജീവിക്കാൻ കഴിയില്ല. സാത്വിക ഭാവമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന മനുഷ്യർക്ക് ജീവിത സന്ദർഭങ്ങളെ മുൻനിർത്തി രാജസഭാവത്തിലേക്കും തമപ്രകൃതിയിലൊക്കെ മാറേണ്ടതായാലും മനുഷ്യപ്രകൃതം ഏതെങ്കിലും ഒരു ഗുണത്തിൽ ശാശ്വതമായി സ്തംഭിച്ചു നിൽക്കുന്നില്ല. ഗുണങ്ങൾക്ക് സ്ഥായിത്വം ഇല്ല എന്നിരിക്കെ എങ്ങനെയാണ് ഗുണത്തെ മുൻനിർത്തി നിങ്ങൾക്ക്